സുരേഷ് കുറുപ്പ് MLA, വേദിയിലെ ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പഠന സെഷനിലെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദിവ്യ സന്ദേശം എന്ന വിഷയത്തെ അധികരിച്ച് CP സലീം ക്ലാസ് എടുക്കുന്നതിനിടയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥി ശ്രീ സുരേഷ് കുറുപ്പ് MLA ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ സുപ്രധാനമായ ചില പരിപാടികളിൽ ഏതാനും വാക്കുകൾ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ISMനെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം എന്നുള്ള നിലക്ക്, കേരളത്തിൽ മുസ്ലിം നവോത്ഥാനത്തിന് നായകത്വം വഹിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേരള ജനതക്ക് പൊതുവെ നവോത്ഥാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും യഥാർത്ഥമായ വിശ്വാസത്തിന്റെയും വഴി കാണിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനത്തിന്റെ മഹത്തായ സംസ്ഥാന സംഗമം, വിശുദ്ധ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ സംസ്ഥാന സംഗമം കോട്ടയത്ത് വെച്ച് നടക്കുമ്പോൾ ദീർഘകാലം കോട്ടയത്ത് MP ആയിരുന്ന, ഇപ്പോൾ പരിസരത്തെ നിയോജക മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ശ്രീ സുരേഷ് കുറുപ്പ്, അദ്ദേഹം നമ്മുടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നത് നമുക്ക് അങ്ങേയറ്റം സന്തോഷകരമാണ്. അദ്ദേഹത്തെ ആദരപൂർവം സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ ചടങ്ങുകളുടെ ഇടയിൽ കയറി വന്ന് സംസാരിക്കുന്നത് ക്ഷമിക്കണം. ഇന്ന് വളരെ ഒരുപാട് ചടങ്ങുകളുള്ള ഒരു ദിവസമായതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴെങ്കിലും വന്നാൽ മതിയെന്ന് ഇതിൻ്റെ സംഘാടകർ ഔദാര്യപൂർവ്വം അനുവദിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വന്ന അസൗകര്യം ക്ഷമിക്കണം എന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ പഠിതാക്കളുടെ സംസ്ഥാനതല സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ഇസ്ലാം മതം ന്യൂനപക്ഷമാണ്. പക്ഷേ ലോകത്ത് പല മുസ്ലിം രാജ്യങ്ങളെന്നറിയപ്പെടുന്ന രാജ്യങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്ന് നമുക്കെല്ലാം അറിയാം. ഇസ്ലാം മതം മാത്രമല്ല, ലോകത്ത് ഏതെല്ലാം മതവിഭാഗങ്ങളുണ്ടോ അതെല്ലാം ഈ ഭാരതത്തിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വിവിധ മതത്തിൽപ്പെട്ടവരും വിവിധങ്ങളായ ഭാഷ സംസാരിക്കുന്നവരുമായ ഒരു ജനത ഇതേപോലെ ഒന്നിച്ചു കഴിയുന്ന ലോകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ നമ്മുടെ രാജ്യം ഒന്നിച്ചു നിൽക്കില്ല, തല്ലിപ്പിരിയും എന്നെല്ലാം ദോഷൈക ദൃക്കുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ലോകത്ത് പല രാജ്യങ്ങളും ഇത്തരത്തിൽ വിവിധ മതവിഭാഗങ്ങൾ പാർക്കുന്ന രാജ്യങ്ങൾ പിളരുകയും തമ്മിൽ തല്ലുകയും വിഭജിച്ചു പോവുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മുടെ കൺമുമ്പിൽ നടന്നെങ്കിലും ഇന്ത്യ രാജ്യം പല വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഇപ്പോഴും ഒന്നിച്ചു നിൽക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതും ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ് എന്നുള്ളതുമാണ് അതിൻ്റെ കാരണം. ഈ നാട്ടിലെ ഏറ്റവും ചെറിയ മതന്യൂനപക്ഷങ്ങൾക്ക് പോലും പ്രതിപക്ഷ മതവിഭാഗത്തിന്റെ സ്വാതന്ത്ര്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പു നൽകിയിരിക്കുന്നു. ഒരു ഔദാര്യമായിട്ടല്ല, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അത് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ രാജ്യത്തിന് ഒന്നിച്ചു നിൽക്കാനും മുമ്പോട്ട് പോകാനും കഴിഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം.
ഇതിനെതിരായിട്ട് പല വെല്ലുവിളികളും ഈ കാലഘട്ടത്തിലെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് വർഗീയത പലർത്താനും വർഗീയത പരത്താനും ഒക്കെ നടന്ന ശ്രമങ്ങളുണ്ട്. അതിനെല്ലാം എത്ര കഠിനാധ്വാനത്തോടെയാണ് നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിൽ ഉറപ്പി നിൽക്കാൻ ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാരും അതേപോലെ പിൽക്കാലത്ത് വന്നിട്ടുള്ളവരും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. പണ്ഡിറ്റ് നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യ വിഭജന കാലത്ത് വലിയ രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടക്കുന്ന സമയത്ത് നെഹ്റുവിന്റെ ക്യാബിനറ്റിലെ മന്ത്രിയായ മോഹൻലാൽ സക്സേന ഒരു പ്രസ്താവന ഇറക്കി. ഡൽഹി നഗരത്തിലെ മുസ്ലിങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഈ പ്രസ്താവന കണ്ട പ്രധാനമന്ത്രി നെഹ്റു സാക്സേനയോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ ഈ പ്രസ്താവന പിൻവലിക്കുക എന്ന്. അങ്ങനെ മോഹൻലാൽ സാക്സേന പ്രസ്താവന പിൻവലിച്ചു. മറ്റൊന്ന്, നെഹ്റുവിന്റെ പിതാവിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ B.C. റോയിയാണ്. ഡോക്ടർ B.C. റോയി പശ്ചിമ ബംഗാളിലെ വലിയ പ്രതാപശാലിയായ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യ വിഭജനത്തിന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഓരോ ഹിന്ദുവിനും പകരം 10 മുസ്ലിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അതും നെഹ്റു രാവിലെ പത്രത്തിൽ കാണുന്നു. B.C. റോയിയോട് പറഞ്ഞു, ഈ പ്രസ്താവന പിൻവലിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ B.C. റോയി പിറ്റേ ദിവസം ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. ഞാനിത് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതര അടിത്തറ തകർക്കാനായി പല നിലകളിലും പല നിലവാര പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും ഹീനമായ പരിശ്രമമായിരുന്നു ബാബറി മസ്ജിദ്. അപ്പം അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കരുത്തു തരുന്നത് എന്താ? നാനാജാതി മതസ്ഥരായ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള പോരാട്ടമാണ്. ഇസ്ലാം മതത്തിനും ഇസ്ലാമിനുമെതിരായി വരുന്ന അപവാദ പ്രചരണങ്ങളെയും ഭീകരതകളെയും എല്ലാം ചെറുക്കാനുള്ള മാർഗം എന്താ? അതേ നാണയത്തിൽ അതിന് തിരിച്ചടിയാണോ? അതേ നാണയത്തിൽ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഒരിടത്തും എത്തിക്കില്ല. അതേ നാണയത്തിൽ അതിന് തിരിച്ചടിക്കണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്, നമ്മളെ ആക്രമിക്കുന്നവരടക്കം ആഗ്രഹിക്കുന്നു. പക്ഷെ അതെല്ലാം മറുപടി ഈ നാടിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അതിശക്തമായ പോരാട്ടങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചെറിയ മതന്യൂനപക്ഷത്തിന് പോലും ഈ നാട്ടിൽ അവരുടെ അവകാശങ്ങളുണ്ട്. ഒരു രാജ്യത്തിന്റെ സംസ്കാരം അളക്കുന്ന പ്രധാനപ്പെട്ട അളവുകോല് ആ നാട്ടിലെ ചെറിയ ഏറ്റവും നിസാരമായ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് നോക്കിയിട്ടാണ്. അവർക്ക് പരാതികളില്ലെങ്കിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ ആ രാജ്യം ഏറ്റവും സംസ്കാര സമ്പന്നമായ രാജ്യമാണെന്ന് വിലയിരുത്തപ്പെടും. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചെറിയ മതന്യൂനപക്ഷങ്ങൾ പോലും പ്രശ്നങ്ങളില്ലാതെ ഭീഷണികളില്ലാതെ ഈ രാജ്യത്തെ ഒത്തൊരുമയോടും സ്നേഹത്തോടും കൂടി കഴിയുക, അതാവണം നമ്മുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ പഠനങ്ങളും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുമെല്ലാം നമ്മുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനത്തിന് വിനീതമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.